നമസ്തേ. വീണ്ടും രാംസ് വോയിസിലേക്ക് സ്വാഗതം. പല ദിവസം പറയേണ്ട എന്ന് കരുതിയിട്ടും ചിലത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് ചിലർ ഓർമ്മിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞാനിന്ന് കുറച്ച് സങ്കടകരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇടുകയാണ്. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, അതിന് മുമ്പത്തെ വർഷമാണെന്ന് അറിയില്ല. ഒരു ദിവസം ഒരു സ്ത്രീ ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വന്നിട്ട് അവരവരുടെ അവസ്ഥ പറഞ്ഞു. വർഷങ്ങളായി കുടുംബം മൊത്തം, അവരുടെ അച്ഛൻ, അമ്മ തുടങ്ങിയ എല്ലാവരും BJPയുടെ സജീവ പ്രവർത്തകരായിരുന്നു. അവർ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ പാർട്ടിയുടെ ഭാഗമായിരുന്നു. അവരുടെ അച്ഛൻ മരിച്ചു, ക്യാൻസർ കാരണം. അവരുടെ അമ്മയും മരിച്ചു. ആ അവസ്ഥയിൽ ഇവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പണം പലിശക്കെടുത്ത് മകളുടെ സ്വർണം പണയം വെച്ചു. ഇങ്ങനെയെല്ലാം കൂടി തകർന്ന തരിപ്പണമായി എനിക്ക് ആത്മഹത്യ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്ന ഘട്ടത്തിലാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ അവരുടെ കഥയൊക്കെ കേട്ട ശേഷം ഞാൻ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം, എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അപരിചിതയായ ഒരു സ്ത്രീ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കണമല്ലോ. അവരുടെ പേര് മുത്തുകുമാരി എന്നായിരുന്നു. അങ്ങനെ അവർ പോയി കഴിഞ്ഞ ഉടനെ തന്നെ മുൻ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ജയേന്ദ്ര മാഷെ വിളിച്ചു. അപ്പോൾ ജയേന്ദ്ര മാഷോട് ചോദിച്ചു, ഇങ്ങനെയൊരു സ്ത്രീ വന്നിരുന്നു, എന്താണ് മാഷ് സ്ഥിതി? അപ്പോൾ മാഷ് പറഞ്ഞു, ശരിയാണ്, വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ്, നമ്മുടെ പ്രവർത്തകയാണ്, പക്ഷേ വലിയൊരു തുക വേണം, അവരെ സഹായിച്ചാൽ നന്നായിരിക്കും എന്ന് ജയേന്ദ്ര മാഷിൻ്റെ പറഞ്ഞു. അപ്പോൾ ഒരു ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനപ്പുറത്ത് ബാക്കിയില്ല. അപ്പോൾ അവരെനിക്ക് അവരുടെ അവസ്ഥ വെച്ചിട്ട് ഒരു വാട്സപ്പ് അയച്ചിരുന്നു. അത് പ്രസിദ്ധീകരിച്ചാൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, വേണ്ട പെങ്ങളെ, ഇത് നമുക്ക് തൽക്കാലം ഇങ്ങനെയൊന്നും പറയണ്ട, പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും പറയണ്ട, ഞാനൊരു പോസ്റ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഒരു എഴുതിയുണ്ടാക്കിയിട്ട് ഫേസ്ബുക്കിലൂടെ ധനാഭ്യർത്ഥന നടത്തി. മാത്രമല്ല, ഞാൻ സുരേഷ് ഗോപിയെ വിളിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനെ നമുക്ക് സഹായിക്കേണ്ടുന്ന ഒരു സ്ത്രീയാണ്, അവരുടെ കുടുംബം മുഴുവൻ അന്ന് വാജ്പേയി വന്നപ്പോൾ ഹാരണിയിച്ച മനുഷ്യനാണ് അവരുടെ അച്ഛൻ, സംഘ കുടുംബമാണ്. ഉടനെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞു, എന്തായാലും ആവശ്യം? ഞാൻ പറഞ്ഞു, ആവശ്യം 3-4 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട് ചേട്ടൻ, അത് വേണ്ട. അവർ അവരുടെ മകളുടെ ഗോൾഡ് പണയം വെച്ചിട്ടുണ്ട്, അത് വലിയ പ്രശ്നമായിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ എടുത്തുതരാം, എത്ര വരും? ഞാൻ പറഞ്ഞു, 1 ലക്ഷത്തി ചില്ലാനം വരും, 2ൻ്റെ അടുത്ത് വരും തോന്നുന്നു, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. എങ്കിൽ അതിൻ്റെ പാസ്ബുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് തന്നെ അവരോട് വിളിച്ച് അത് മുഴുവൻ സുരേഷ് ഗോപിക്ക് അയച്ചു കൊടുത്തു. സുരേഷ് ഗോപി ആ പണം മുഴുവനും അയച്ചു കൊടുത്തു, ബാങ്കിലേക്ക് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ ഫേസ്ബുക്ക് മുഖാന്തരവും അവർക്ക് എനിക്കൊന്ന് 1.5 ലക്ഷം രൂപയുടെ മേലെ വന്ന് കിട്ടി. അങ്ങനെ തൽക്കാലം അവർ ഈ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അവർ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും പിന്നെ അവരെ കൊന്നു എന്ന് നമുക്ക് പറയാം. ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് കാരണം അവർ BJPയുടെ മഹിളാ മോർച്ചയുടെ പദവിയിലിരുന്ന സ്ത്രീയാണ്, അവരെ പുറത്താക്കി. കാരണം എന്താണ്? രാമസിംഹനോട് സഹായം അഭ്യർത്ഥിച്ചു. അതുകൊണ്ട്
അവരെ അകത്ത് നിർത്താൻ പറ്റില്ല. അങ്ങനെ അവരെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കി. വളരെ ദുഃഖം തോന്നി എനിക്ക് കേട്ടപ്പോൾ. കാരണം ഞാൻ അവർക്ക് വേണ്ടി പണം ജനങ്ങളോട് അഭ്യർത്ഥിച്ചപ്പോൾ പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടോ ഒന്നും തന്നെ ഇല്ല. ഒരു സാമാന്യ രീതിയിൽ ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ നിങ്ങളൊക്കെ വായിച്ച് കാണുമോ ആ പോസ്റ്റ്? നിങ്ങൾക്ക് തപ്പി നോക്കിയാൽ കാണാം. മുത്തുകുമാരിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ധനാഭ്യർത്ഥന നടത്തി. അവർ എന്നോട് ധനാഭ്യർത്ഥന നടത്തുന്നതിന് മുന്നേ ഈ പാർട്ടിയുടെ ആൾക്കാരോടൊക്കെ കയറി ഇറങ്ങിയതാണ്. എല്ലാ ആൾക്കാരുടെയും നേതാക്കന്മാരുടെയും അവരുടെ മുമ്പിൽ വന്ന് കരഞ്ഞതാണ് ആ സ്ത്രീ. അവർക്കൊന്നും സഹായിക്കാൻ പറ്റിയില്ല. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ സഹായം കിട്ടി. സുരേഷ് ഗോപി പണം അയച്ചു, നമ്മുടെ സുഹൃത്തുക്കളും ഫേസ്ബുക്കിൽ അയച്ചു. ഇതിലൊന്നും എൻ്റെ ബാങ്ക് അക്കൗണ്ടല്ല, അവരുടെ ബാങ്ക് അക്കൗണ്ടാണ്. ഇതൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് രാമസിംഹൻ്റെ അടുത്ത് നിന്ന് സഹായം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അന്ന് ഞാൻ ഈ പറയുന്ന മാതിരി രാജിവെച്ചു എന്നുള്ളതിൽ കവിഞ്ഞ് ഞാനൊന്നും പറഞ്ഞിരുന്നില്ല. രാജിവെക്കുമ്പോൾ ഉണ്ടായത് എനിക്ക് നേതൃത്വമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥാനങ്ങളും രാജിവെക്കുന്നു എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ നസീറിനെ പുറത്താക്കിയപ്പോൾ ഞാൻ എൻ്റെ സംസ്ഥാന സമിതി അംഗത്വം രാജിവെച്ചു. പിന്നീട് ഒരു ക്ഷേത്രത്തിൻ്റെ വിഷയമായിട്ട്, ഇവിടുത്തെ തളി ക്ഷേത്രത്തിൻ്റെ വിഷയമായിട്ട് അന്ന് പാർട്ടി കാണിച്ച ഒരു എന്താ പറയുകയാണ്, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, അത്രയും മോശമായിട്ടുള്ള ഒരു ആ ക്ഷേത്രത്തിൻ്റെ കൂടെ നിന്ന കുറേ മനുഷ്യരോട് കാണിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പൂർണ്ണമായിട്ടുള്ള അംഗത്വവും ഞാൻ രാജിവെച്ചു. അത് ടീച്ചർക്കറിയാം അതിൻ്റെ വിശേഷങ്ങളൊക്കെ. അതെങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടാണ് രാജിവെച്ചത് എന്ന് ഹിന്ദുവാക്കിയ ആൾക്കാർക്കൊക്കെ അറിയാം ഞാനെടുത്ത തീരുമാനം എന്തായിരുന്നു. എന്തായാലും ശരി. അപ്പോൾ ആ സ്ത്രീ ഞാൻ പറഞ്ഞില്ല, ഓർമ്മ വെച്ചത് മുതൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട് അവരെ കറിവേപ്പിന് പോലെ പുറത്തേക്ക് എടുത്തിട്ട ആൾക്കാരാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാളയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിട്ട്, ഇഷ്യൂ ഉണ്ടായിട്ട് അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയും അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പരവതാനി വിരിക്കുകയൊക്കെ ചെയ്യുന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ ആ സ്ത്രീ ഇന്നലെ കുറച്ച് എൻ്റെ ഭാര്യയോട് സംസാരിച്ചു. ഇത് ഇങ്ങനെ പോയാൽ ഇതിനകത്ത് ഇത്രയും കാലം ഇത് മാത്രം വിശ്വസിച്ച് പോയ ഞങ്ങളൊക്കെ എന്തുമാത്രം മണ്ടമാണ്. ഞാനെപ്പോഴും പറയാറുണ്ടല്ലോ, ഏറ്റവും താഴെ കിടന്ന മനുഷ്യർ, ഇതിനു വേണ്ടി ജീവിതം ഹോമിച്ച മനുഷ്യർ, അവരുടെ വേദന പുറത്തറിയാതെ പോകുന്നത് ഒരു ശരിയല്ലല്ലോ എന്നുള്ളത് കൊണ്ട് ഞാൻ ആ വേദനയൊന്ന് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുകയാണ്. ഇതാണ് അവരുടെ വാക്കുകൾ. പിന്നെ അലിസാറോട് ഇടാൻ പറയുന്നേ. കാരണം എന്താ വെച്ചാല്, എനിക്ക് ഇപ്പൊ പലരെ ഇവര് നമ്മള് ടിവിയിൽ ഓരോ ദിവസം ഓരോന്ന് കാണുമ്പോ ഇവര് പല പാർട്ടിയിൽ നിന്നും മാറി വന്നങ്ങളെ സ്വീകരിക്കേണ്ട തിരക്കിൽ ഓടുക എല്ലാരും. പക്ഷെ എന്നെ പോലുള്ളവരൊക്കെ എന്നാ മാറ്റി നിർത്തിയെന്ന് ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല. പക്ഷെ അലിസാർ എന്റെ അടുത്ത് പറഞ്ഞതാണ്, ഇപ്പം പ്രതികരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എന്റേതായ ഒരു സങ്കടം വന്ന് പറഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടല്ലേ എനിക്കൊരു സഹായം ചെയ്തു തന്നത്. അതിന്റെ പേരില് പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ സഹായം അഭ്യർത്ഥിക്കും മുന്നേ ജില്ലയിൽ ആർക്ക് വേണമെങ്കിലും ഇത് തെളിവെടുക്കാം. ഞാൻ എല്ലാവരുടെ അടുത്തും ഇത് ഓരോരുത്തരോട് ഞാൻ എന്റേതായ കാര്യങ്ങൾ പറഞ്ഞതാ. ജില്ലാ പ്രസിഡന്റ് രമ്യയോട്, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സുപ്രിയ ചേച്ചി, ശോഭാ സുരേന്ദ്രൻ, പിന്നെ ശ്രീജേച്ചി എന്ന് വേണ്ട അവരോടെല്ലാരോടും ഓരോരുത്തർക്കും പറയാം, സംസാരിക്കാന്ന് പറയാതല്ലാതെ ആരും എനിക്കൊരു ഉപകാരം ചെയ്തു തന്നിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ കടത്തിലായത് എന്റെ അമ്മയ്ക്കും അച്ഛനും ഒരുമിച്ചാ ക്യാൻസർ വന്നത്.
അന്ന് ഒരു പേപ്പർ ഉം. ഞാൻ മോദിക്ക് അയക്കേണ്ട ഒരു പേപ്പർ സജീവേട്ടന്റെ കയ്യിൽ, സജീവേട്ടൻ അന്ന് പിന്നെ അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി ഉണ്ടായിട്ട് അവിടെയായിരുന്നു ഞാൻ കൊണ്ടു കൊടുത്തത്. അപ്പൊ സജീവേട്ടൻ എന്നോട് അർജുന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു. സജീവേട്ടൻ തുറന്നു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ കത്ത്. എന്നിട്ട് അത് പിന്നെ അല്ലെങ്കിൽ അമ്മന്റെ ഫുൾ ഡീറ്റെയിൽസ് തലശ്ശേരി ക്യാൻസർ സെന്ററിന് ഡോക്ടറോട് എഴുതി വാങ്ങിയിട്ടാണ് ഞാൻ ആ പേപ്പറും പിന്നെ ഇതൊക്കെ എന്റെ അറിവിലുള്ള കടലാസുകൾ ഞാൻ സജീവേട്ടനെ ഏൽപ്പിക്കുമ്പോ അർജുന് കൊടുക്കാനാ പറഞ്ഞത്. അർജു അതെന്നോട് വാങ്ങി വെച്ചിട്ട് ഞാൻ അർജുന് ഒരു 8 മാസത്തോളം വിളിച്ചോണ്ടിരുന്നു. അർജു എന്തായി എന്ന് പറഞ്ഞിട്ട് അർജു ഇന്ന് വരെ ആ സമയത്ത് പിന്നെ ആദ്യം കോൾ എടുത്തിട്ട് ചേച്ചി അയച്ചിട്ടുണ്ടെന്ന് പറയല്ലാതെ പിന്നീട് എന്റെ കോൾ എടുക്കാതായി. എന്നതിന് ശേഷമാണ് ഞങ്ങൾ തലശ്ശേരി ക്യാൻസർ സെന്ററിന് വീണ്ടും അമ്മയ്ക്ക് ഇനി എത്ര രൂപയുടെ ചികിത്സ വേണ്ടി വരും എന്നുള്ളതൊക്കെ ഡോക്ടർ എഴുതി തന്നിട്ട് ഞങ്ങൾ വടകര മുരളീധരന്റെ ഓഫീസിൽ കൊണ്ടു കൊടുത്തത്. ഒരു കാര്യം പ്രത്യേകം ആലോചിക്കണം. അതായത് BJPയുടെ ഓഫീസിൽ അന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഈ ചികിത്സാ സഹായത്തിന് കൊടുക്കുന്ന പേപ്പർ കൊടുത്തിട്ട് ഒരു 5-8 മാസമായിട്ടും അത് ആരും തിരിഞ്ഞു നോക്കിയില്ല. ആ പേപ്പർ അയച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ സഹായത്തിന് വേണ്ടി അയച്ചു കൊടുത്തില്ല. അവസാനം കോൺഗ്രസിൻ്റെ MP ആയിട്ടുള്ള മുരളീധരനെ കണ്ട് അത് അയച്ചു എന്നുള്ളതാണ്. ഈ ഓഫീസിൽ കൊണ്ടു കൊടുത്ത് അവരപ്പ തന്നെ അത് പൊട്ടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇതിനകത്ത് 2 പേപ്പറും കൂടി വേണം, ഇത്ര പോരാന്നുള്ളത്. ആ പേപ്പർ പിറ്റേന്ന് ഞാൻ എന്റെ ഫ്രണ്ട് ബിന്ദും കൂടിയാ കൊണ്ടു കൊടുക്കുന്നത്. പിറ്റേന്ന് അത് കൊണ്ടു കൊടുത്തു 2-3 ആഴ്ച കൊണ്ട് 1.5 ലക്ഷം റുപ്യ അമ്മയ്ക്ക് പാസ്സായി വന്നു. ഈ പാസ്സായി വന്നിട്ടാണ് പിന്നെ നാളെയാണ് പാസ്സാകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ അമ്മ മരിച്ചു. ആ പൈസ എനിക്ക് ഉപകാരത്തിന് കിട്ടാതായി. ആലോചിച്ച് നോക്കൂ. ഒരു സഹായത്തിന് കൃത്യമായിട്ട് നമ്മുടെ ഓഫീസിൽ പോയിട്ട് കൊടുത്തിട്ട് അത് അയക്കാതെ വെക്കുകയും പിന്നീട് അവർ ഈ MP സമീപിച്ച് ഇത് അയക്കുകയും അത് പാസ്സായി വരുന്നതിൻ്റെ തലേന്ന് അവരുടെ അച്ഛൻ മരിക്കുകയും ചെയ്തു. അമ്മ മരിക്കുകയും ചെയ്തു. ആ സങ്കടകരമായ അവസ്ഥ ആലോചിച്ചു. ഭരണത്തിലിരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ചെയ്ത പണിയാണ്. അവസാനം അവർ അത് നേരത്തെ ഇത്രയും 5-8 മാസം കാത്തു നിന്നിട്ടും പറ്റാത്തതുകൊണ്ടാണ് അവർ കോൺഗ്രസിൻ്റെ MP പോയി കണ്ടത്. അത് പെട്ടെന്ന് ശരിയായി. പക്ഷേ അവർ നിർഭാഗ്യം എന്ന് ആലോചിച്ച് നോക്കൂ. അമ്മ മരിക്കുന്നതിന് പിറ്റേന്നാണ്, മരിച്ചു കഴിഞ്ഞിട്ടാണ് ആ പണം പാസ്സായത്. പക്ഷേ ഉപകാരത്തിൽപ്പെട്ടില്ല. BJPയുടെ ഓഫീസിൽ കൊടുത്തപ്പോ അവര് തുറന്നു നോക്കിയില്ല ഈ പേപ്പർ. അവരൊന്നും ചെയ്തില്ല. സജീവേട്ടനിക്ക് ഇങ്ങനെ ഞാൻ കാണിച്ചപ്പോ സജീവേട്ടൻ അർജുന് കൊടുക്കാൻ പറഞ്ഞ അർജുൻ അവിടെ വാങ്ങി വെക്കുകയും ചെയ്തു. അർജുനൊക്കെ ഇന്ന് കളവ് പറയോ സത്യം പറയോന്നൊന്നും അറിയില്ല. അർജുനൊക്കെ ഇത് പച്ചവെള്ളം പോലെ അറിയുന്ന കാര്യങ്ങളാ. എന്നതിന് ശേഷം ഞാൻ ഏച്ചിനെ വിളിച്ചിട്ട് ഞാൻ കരഞ്ഞ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് കേൾക്കാൻ ഏച്ചി കാണിച്ചൊരു മനസ്സും അതിനു വേണ്ടിയിട്ടൊരു കാര്യം എനിക്ക് ചെയ്തു തന്നതിന്റെ പേരിൽ ഇവര് ജില്ലാ കമ്മിറ്റിന്ന് എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? രാമസിംഹന്റെ അടുത്ത് അപേക്ഷയായിട്ട് അവള് പോയി. ആ പോസ്റ്റ് വന്നപ്പോ അവരെ തുണിയെല്ലാം ഉരിഞ്ഞു പോയി എന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ഉടുക്കാണ്ടാണോ നടന്നിരിക്കുന്നേന്ന്. നിങ്ങൾക്ക് അങ്ങ് ഉരിഞ്ഞു പോകാൻ വേണ്ടിട്ട്. അതിന്റെ പേരിൽ ഇവരവിടെ ഗ്രൂപ്പിൽ കുറെ ചർച്ച വെച്ചു. ഇവര് ചർച്ച വെച്ചിട്ട് ഈ ചർച്ച ഇതിന്റെ അഡ്മിൻ ആയിരിക്കുന്നത് പിന്നെ സജീവട്ടം വരെ, ഈ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സജീവട്ടം വരെ അതിന്റെ ആ ഗ്രൂപ്പിലുണ്ട്. ഈ ജില്ലാ കമ്മിറ്റി മാത്രമുള്ള ഒരു ഗ്രൂപ്പുണ്ട്. മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിമാരടങ്ങുന്ന ജില്ലന്റെ ഒരു ഗ്രൂപ്പുണ്ട് മഹിളാ മോർച്ചയുടെ. പക്ഷെ ഈ ചർച്ച വെച്ചിരിക്കുന്നത് ജില്ലാ കമ്മിറ്റിയിലാണ്. എന്നിട്ട് ആ ചർച്ച വെച്ചിരിക്കുമ്പോ ഏച്ചി ഇനി ഇത് പിന്നെ അലിസാറെ കൊണ്ട് പറഞ്ഞ് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇത് എനിക്ക് തന്നെ അതിന് ഇറങ്ങി തിരിക്കേണ്ടി വരും. കാരണം അന്നേരം എനിക്കറിയില്ല ഞാൻ എന്താ പറയാന്ന് പോലും എനിക്കറിയാൻ പറ്റില്ല. കാരണം ഞാനൊക്കെ പെട്ടെന്ന് ഒരു നിമിഷം മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി BJPയിലേക്ക് വന്നൊരു വ്യക്തിയല്ല ഞാനൊന്നും. എന്റെ കണ്ണിങ്ങനെ പോള തുറക്കുന്ന കാലം മുതൽ എന്റെ അച്ഛൻ പ്രവർത്തകനായിരുന്നു. അക്കാലത്ത് വടകര കുരിയാടി മത്സ്യപ്രവർത്തക സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു എന്റെ അച്ഛൻ. ഞാൻ ജനിക്കും മുന്നേ എന്റെ അച്ഛന്റെ വീട്ടിൽ നിന്നായിരുന്നു ശാഖ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ വാജ്പേയി ഉള്ള കാലത്ത് വാജ്പേയിക്ക് നോട്ടുമാല ഇട്ട് കൊടുത്ത കഥയും
പിന്നെ ഈ താമര പറിച്ചിട്ട് ഒരു സ്റ്റേജിൽ മെന്ന് ഇനി നമ്മളെ ജനസംഖ്യ അല്ല നമ്മളെ ചിഹ്നം താമരയാണെന്ന് പറഞ്ഞൊരു കാലഘട്ടമൊക്കെ അച്ഛൻ പറഞ്ഞെന്ന കഥയിലാണ് ഞാൻ കേട്ടത്. ഉം, ഉം, പിന്നെ അത് കൂടാതെ എൻ്റെ അമ്മ ഉം. അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് അമ്മ കിടക്കുന്ന കാലത്തിന്റെ ആ സമയം വരെ ഉം, എൻ്റെ അമ്മ നല്ലോണം പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു. ഞങ്ങൾ വടകര കുയ്യാടി ഉള്ള കാലത്തും പിന്നീട് ഞങ്ങൾ പയ്യോളി വന്ന കാലത്തും സ്ഥാനാർത്ഥിന്റെ കൂടെ പോവാനും പ്രകടനത്തിന് പോവാനും എല്ലാത്തിനും എൻ്റെ അമ്മ മുൻപന്തിയിലുണ്ടായിരുന്നു. ഉം, പിന്നെ ഞാൻ മണ്ഡലം പ്രസിഡന്റ് ഒരു പയ്യോളിയും കൊയിലാണ്ടി ഒരു മണ്ഡലമായ സമയത്ത് ഉം, പയ്യോളി മുനിസിപ്പാലിറ്റി വകുപ്പിൽ വൈസ് പ്രസിഡന്റായി മഹിളാ മോർച്ചയുടെ. ഉം, ഒരു വട്ടം മണ്ഡലം പിന്നെ ജനറൽ സെക്രട്ടറി ആയി, ഉം, ഒരു വട്ടം മണ്ഡലം പ്രസിഡന്റായി. പക്ഷെ ജനറൽ സെക്രട്ടറി ആയ സമയത്തും അന്ന് പ്രസിഡന്റ് ആയിരിക്കുന്ന അവർക്ക് ജോലിയുള്ളത് കാരണം എല്ലാ പരിപാടിക്കും ഞാൻ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഉം, എന്റെ മോളെ കല്യാണത്തിന് 10 ദിവസം ബാക്കിയുള്ള സമയത്താ കൊല്ലം ഓച്ചിറ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പഠന ശിബിരത്തിന് 3 ദിവസം ഞാൻ അവിടെ നിന്നേ. ഉം, എല്ലാവരും ഒരു അച്ഛനും കൂടി ഇല്ലാത്ത മകളായിരുന്നു. ഉം, ഇന്നേക്കിപ്പോ 16 വർഷമായി ഞാൻ വാടകയ്ക്ക് നിൽക്കുന്നത്. പാർട്ടിയിൽ നിന്നൊന്നും ഒരു പൈസ ഇന്നുവരെ വാങ്ങിയിട്ടില്ല. ഉം, ഞാൻ സ്ഥാനാർത്ഥി കഴിഞ്ഞ ഇലക്ഷന് മുനിസിപ്പാലിറ്റി പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് 2000 രൂപ കെട്ടിവെച്ച പൈസ വരെ അന്നത്തെ പിന്നെ മുനിസിപ്പാലിറ്റി പ്രസിഡന്റ് ആയിരിക്കുന്ന ബവിറ്റേട്ടന്റെ സ്റ്റുഡിയോയിലാണ് ഞാൻ ആ 2000 തിരിച്ചു വാങ്ങിക്കൊണ്ട് കൊടുത്തത്. ഉം, ഇതൊക്കെ തെളിവുകൾ തന്നെയാ. ഇതൊക്കെ ഇവരോടൊക്കെ വിളിച്ചു ചോദിക്കാം. ഇപ്പൊ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഒഴിഞ്ഞു വരുമ്പോഴത്തേന് അവരെ സ്വീകരിക്കാൻ ഓടുക. ഇപ്പൊ ജില്ലയിലായിക്കോട്ടെ അല്ലെ മറ്റുള്ള ഇതിലായിക്കോട്ടെ എല്ലാം നമ്മൾ കണ്ടുവരുന്ന എന്താ, ആരൊക്കെയോ പാർട്ടി വിടുന്ന് ആ സ്പോട്ടിൽ തന്നെ അവരെ വിളിച്ചുകൊണ്ടുവന്ന് അവർക്ക് സ്ഥാനം കൊടുക്കുന്നു. ഈ ജില്ലയിൽ അന്ന് ഈ ജില്ലാ കമ്മിറ്റി പിന്നെ പുതിയതാക്കണം എന്ന് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. ഇവരെന്നെ വെച്ചും കൊണ്ട് തന്നെ പുതിയതാക്കിയിട്ട് ഇവരെന്താ ചെയ്തേ, അതുവരെയുള്ള പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റുമാരും തന്നെ പിന്നെ കമ്മിറ്റിയിൽ ഉള്ളവര് 7 കമ്മിറ്റിക്കാരുള്ളതിൽ 1 ഒഴിവാക്കി 6 ആക്കി. വേറെ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഒഴിവാക്കിയതാരെ? എന്നെ ഒഴിവാക്കി. അതിനാണ് ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് പുതിയതാക്കണം എന്ന്. ഇതിന് മാത്രമാണ് ഇവര് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പില്ലേ നല്ല വിഷമമുണ്ട്. കാരണം ഞാൻ ഇന്നലെ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഇറങ്ങി പാർട്ടി പ്രവർത്തനം നടത്തിയതോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കുഞ്ഞുനാളിലെ കണ്ടു വളർന്ന ഒരാളാണ്. പിന്നെ അമ്മ കുടുംബാണെങ്കിലും അച്ഛൻ കുടുംബത്തിൽ ഇപ്പൊ കുറെയൊക്കെ എനിക്കറിയില്ല. അമ്മ കുടുംബത്തിൽ ഇപ്പോഴും കേട്ട് കേൾവിയുള്ള പിന്നെ പാർട്ടി പ്രവർത്തകർ തന്നെയാ. പക്ഷെ അതിനകത്ത് നമ്മൾ ഇപ്പൊ ഇവരിപ്പോ എടുത്തു ചോദിച്ച ഈ സുപ്രിയച്ചൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തെന്നാ രാമസിംഹന്റെ അടുത്ത് നീ എങ്ങനെ പോയി, ഇവർക്ക് അന്ന് ചർച്ച വെക്കാനുണ്ടായ സമയം മാത്രം മതിയായിരുന്നു എന്നൊന്ന് മീറ്റിംഗ് അവിടെ വിളിപ്പിച്ചിട്ട് എന്റെ കാര്യങ്ങൾ കേൾക്കാൻ. പക്ഷെ തന്നിട്ടില്ല എന്ന് പറയൂല. അമ്മ ക്യാൻസർ ആയിട്ട് കിടക്കുന്ന സമയത്ത് ഈ കൊറോണ സമയത്ത് 10,000 രൂപ സജീവട്ടം കൊടുത്തയച്ചിട്ട് VK ജയേട്ടന്റെ കെയർ ഓഫിൽ എനിക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഇത്രയൊക്കെ നമ്മൾ ബാധ്യതയിൽപ്പെട്ടിട്ടു ഇന്ന് വരെ ഒരാൾക്കും പറയാൻ പറ്റില്ല ഞാൻ ഈ കല്ലും മണ്ണും എടുക്കാൻ പോയിട്ടും റോഡ് പണിക്ക് പോയിട്ടും അവിടെ ഇവിടെയും വീട്ടിലെ പണിക്ക് പോയിട്ടൊക്കെയാ പാർട്ടി പ്രവർത്തനം എവിടെ എന്നെ കാണാതായേ. പറ്റുന്നത് പോലെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിപ്പോ ഒരു അലിസാറ കെയർ ഓഫിൽ കുറച്ച് സുരേഷ് ഗോപി സഹായിച്ചു. സുരേഷ് ഗോപി ഒന്നും എന്റെ കയ്യിൽ തന്നിട്ടില്ല. ഏച്ചിക്ക് തന്നെ അറിയുന്ന സത്യ നേരെ ബാങ്കിലേക്കല്ലേ പൈസ എടുത്തത്. എന്നിട്ട് ബാങ്കിൽ അത് സത്യം തന്നെയല്ലേ ഏച്ചി തുറന്നു പറ, അതിലൊന്നും ഒരു കളവും ഇല്ലല്ലോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഈ പൈസന്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് 5 ദിവസം കൂടി കഴിഞ്ഞിട്ട് അവര് പൈസ തരുന്നത്. ഈ 5 ദിവസത്തേക്കുള്ള പലിശ ഏച്ചിയല്ലേ കൊടുത്തത് ബാങ്കിലേക്ക്. അത് എന്നിട്ട് നമ്മൾ ബില്ലിട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വന്ന പൈസ ഏച്ചിന്റെ കൈമെന്നല്ലേ കൊടുത്തേ 2 ബാങ്കിലാക്കിയിട്ട്. എന്നിട്ട് നേരിട്ട് നമ്മളത് വാങ്ങിയിട്ട് നമ്മൾ 2 ആളും തന്നെയല്ലേ അവിടെ കൊണ്ടു കൊടുത്തത്. ഇതിലൊന്നും ഒരു പൈസ തീരുമാനമായിട്ടില്ല. പിന്നെ ബാക്കി അലിസാർ പോസ്റ്റ് ഇട്ടത് എന്റെ അക്കൗണ്ടിലേക്കല്ലേ വന്നേ. അത് ഓരോ സമയത്തും നമ്മൾ അതിന്റെ കറക്റ്റ് കണക്ക് കാണിച്ചില്ലേ. പിന്നെ എനിക്ക് ഇന്ന് ഇവിടെ ഞങ്ങളവിടെയൊക്കെ കേളി എന്താണെന്നറിയാം. ഇപ്പൊ 3-4 ദിവസം മുന്നേ ഒരു ചേച്ചി വിളിച്ചിട്ട് ഞാൻ ഇന്ന് എന്റെ അമ്മന്റെ അച്ഛന്റെ ബാധ്യതയിൽ ഇന്നും കുറേ കടബാധ്യതയിൽ പെട്ടിരിക്കുന്നതാ. വാടക കൊടുക്കാൻ പോലും പറ്റാണ്ട് കഷ്ടപ്പെടുന്ന ഒരാളാ. ഇപ്പോഴും കേട്ട് കേൾവി എന്താണെന്നറിയാം. 3-4 ദിവസം മുന്നേ ഒരു ചേച്ചി വിളിച്ചിട്ട് പറയാ സുരേഷ് ഗോപി വീണ്ടും തന്നു എന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന്. ഒരു ശൈലജ ശിവാനന്ദൻ എന്ന് പറഞ്ഞ ഒരു ചേച്ചി, പയ്യോളിത്തെ ചേച്ചി. അവർക്ക് അറിവ് ഞാൻ ആരാ പറഞ്ഞങ്ങളൊന്നും നീ അധികം അറിയണ്ട, സുരേഷ് ഗോപി വീണ്ടും തന്നു എന്ന് പറഞ്ഞല്ലോ.
സുരേഷ് ഗോപി സാറെ ഞാൻ കുറച്ചു മുന്നേ തൃശ്ശൂര് വെച്ച് കണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ്. ആ ഫോട്ടോ കണ്ടിട്ടായിരിക്കും, അത് എനിക്ക് ഇട്ട് തന്നല്ലോ സുരേഷ് ഗോപിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ. ചിലപ്പോ അവര് എന്നിട്ട് ഞാൻ പോയിട്ട് സാറേ എന്നെ അറിയുമെന്ന് ചോദിച്ചപ്പോ ഇല്ല അറിയില്ല, എന്നാ എനിക്കായിരുന്നു അന്ന് പിന്നെ ഇങ്ങനെ രാമസിംഹജി പറഞ്ഞിട്ട് സഹായിച്ചെന്ന് പറഞ്ഞപ്പോ അത് നീ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയത്. പക്ഷെ ഇപ്പം കേളി എനിക്ക് രണ്ടാമതും കണ്ടമാനം പൈസ തന്നിട്ടുണ്ടെന്നാ. പക്ഷെ ഇതൊക്കെ ഞാൻ വായി തുറന്ന് പറയുന്നില്ല, അലിസാർ പറയും എന്നുള്ള ഒരു ധാരണയല്ല ലാസ്റ്റ് ഏച്ചിന്റെ അടുത്ത് ഞാനിത് പറയുന്നു. ഇനിയും വായി തുറക്കാണ്ട് വെച്ച് ഇത് അന്നേ അത് കൂടാണ്ട് പിന്നെ ഒരു സത്യം കൂടി ഇതിലില്ലേ, ഇത് കറക്റ്റ് ചേച്ചി നമ്മൾ പറയുന്നതിൽ ഒരു കളവും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ആദ്യം തന്ന പോസ്റ്റ് എന്താ, ഏച്ചിക്ക് എഴുതി അയച്ചെന്ന പോസ്റ്റ് ഏതാ? ഞാൻ പാർട്ടിന്റെ പുറത്ത് ഞാൻ എഴുതിയത് എന്റെ മനസ്സിലെ വേദനയും കൂടി കലർത്തിയിട്ട് ദേഷ്യത്തിൽ തന്നെ എഴുതി. അത് ചേച്ചി അലിസാറിന് കാണിച്ചു കൊടുത്തിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ആ പോസ്റ്റ് വേണ്ട, അതിൻ്റെ അകത്ത് പാർട്ടിക്ക് വേദനിക്കുന്ന ഒരു 3-4 വരികളുണ്ട്, അത് വേണ്ട, വേറെ എഴുതി തരാൻ പറഞ്ഞു. അത് സത്യല്ലേ ചേച്ചി, മൂളല്ല കാര്യം. ശരിയാണ്. രണ്ടാമത് ഞാൻ ചേച്ചിക്ക് പോസ്റ്റ് എഴുതി തന്നു. അത് എഴുതി തന്നപ്പോൾ ചേച്ചി പറഞ്ഞു ഇതും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ അലിസാറ് തന്നെയാണ് പോസ്റ്റ് ഇട്ടേക്കുന്നത് അല്ലെ. പക്ഷെ ഈ പോസ്റ്റില് ഈ ജില്ലയെന്ന് എനിക്ക് ചൂണ്ടിക്കാണിച്ചെന്ന ചോദ്യം എന്താണെന്നറിയോ, ഞാൻ ജില്ലാ കമ്മിറ്റി അംഗം ആണെന്ന് അതിൽ എഴുതിയിരുന്നു. അപ്പൊ ഞാൻ അതുവരെ ജില്ലാ കമ്മിറ്റി അംഗം ആയിരുന്നില്ലേ? അതെ, ജില്ലാ കമ്മിറ്റി അംഗമാണെന്നത് കൊണ്ട് എന്താണ് അതൊരു അയോഗ്യതയാണോ? അല്ല എനിക്കറിയില്ല എന്താന്ന്. പക്ഷെ സൗന്ദര്യം ഇല്ലാത്തതാണോ കുറ്റം? അല്ല എനിക്ക് പണം ഇല്ലാത്തതാണോ? എനിക്ക് വീടില്ലാത്തതാണോ? എന്നിട്ട് ഞാൻ മണ്ഡലം പ്രസിഡന്റായിട്ട് നിന്നില്ലേ, ജനറൽ സെക്രട്ടറി ആയിട്ട് നിന്നില്ലേ, എല്ലാ പ്രവർത്തനത്തിനും നിങ്ങളെ കൂടെ. ചേച്ചി അറിയോ ഈ കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന് എന്നെ പുറത്താക്കി. കഴിഞ്ഞ ഓണത്തിന് ജില്ലയിൽ പാർട്ടി ഓഫീസിൽ വെച്ച് പരിപാടി നടത്തുമ്പോ അതില് ഓണത്തിനല്ല സംസ്ഥാന മാളാമോർച്ച പരിപാടി വെച്ചിരിക്കുന്നത് നമ്മളെ കോഴിക്കോട് ഓഫീസിനാ. അന്ന് എല്ലാ ജില്ലക്കാരും വന്നിട്ട് ഇവരെന്നോട്ട് വർത്താനം പറയാ, ഇവിടെ എന്താ അങ്ങനെ കഥ പറയുന്ന സമയത്ത് നമ്മളെ ഇപ്പം ചുമതലയിൽ ഇരിക്കുന്ന 3-4 പേര് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ഇവരൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാ പരിചയമൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ പോലെ പെട്ടെന്ന് പാർട്ടി മാറി വന്നതല്ല, ബൂത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നേരെ ജില്ലയിലേക്ക് വന്നതല്ല ഞാൻ. എനിക്ക് ഇവരൊക്കെ ആദ്യം അറിയാം. ഇപ്പൊ പാലക്കാട് പ്രസിഡന്റ്, മാളാമർത്ത പ്രസിഡന്റ്, തിരുവനന്തപുരത്തത്, പിന്നെ കൊല്ലത്തെ എന്ന് വേണ്ട കണ്ണൂരത്തെ, ഇവരൊക്കെ എനിക്ക് ആദ്യം നല്ല പരിചയമുള്ളതാ. പക്ഷെ നമ്മളിപ്പോ ഒന്നും അല്ലാത്ത മാതിരി മാറ്റി നിർത്തുക. പക്ഷെ ഇത് ഭയങ്കര അവഗണന. പിന്നെ എന്റെ അച്ഛൻ സുഖയില്ലാതെ മെഡിക്കൽ, അമ്മ ക്യാൻസറായിട്ട് മരിച്ച അച്ഛൻ സുഖയില്ലാണ്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന സമയത്താ ഈ ബിരിയാണി ചെമ്പിൽ സ്വർണ്ണക്കടത്തെന്നും പറഞ്ഞിട്ടുള്ള ഒരു നാടകം അവതരിപ്പിച്ചതിൽ റിയാസിനെ അവതരിപ്പിച്ചത് ഞാനാ. അന്ന് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞെന്താന്നറിയോ, അച്ഛനിക്ക് ഞാനല്ലെങ്കിൽ പാർട്ടി പോകുമ്പോ ഭയങ്കര ഒരു ആവേശ, മോളെ അച്ഛനിക്ക് ഒരു ഉള്ളിവടയും ചായയും വാങ്ങി തന്ന മോള് വേഗം പോയിട്ട് പരിപാടി കഴിഞ്ഞിട്ട് അതുവരെ അച്ഛൻ ലേശം ഉറങ്ങട്ടെ. അന്ന് എന്റെ അമ്മ മരിച്ചിട്ട് 4-5 മാസേ ആയിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ എന്റെ അച്ഛനെ അവിടെ അച്ഛൻ കിടക്കട്ടെ മോള് പോയിട്ട് വന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടി. ഇത്ര വരെ ഏത് പരിപാടിക്കാ പങ്കെടുക്കാത്ത. എന്റെ അമ്മ മരിച്ചിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോഴാ സർഗാലയയിൽ ഇരിങ്ങൽ സർഗാലയയിൽ പഠന ശിബിരം വെച്ച് അവിടെ 3 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അച്ഛന്റെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു എന്ത്, ഞാൻ പ്രവർത്തിക്കുക എന്നുള്ളത്. പക്ഷെ എന്നിട്ട് ഏച്ചിക്ക് കേൾക്കണം, ഇത്രയും വിഷമം എനിക്ക് അറിയാനുണ്ടായിട്ട് ഞാൻ എന്റെ അമ്മന്റെ വയ്യാത്ത സമയത്ത് 25,000 ഒരാളോട് വാങ്ങിയിട്ടുണ്ട്. അവരെന്റെ അടുത്ത് പറഞ്ഞു, അവര് മാർക്കിസ്റ്റാറാ, പേര് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, നീ ഒരു കാര്യം ചെയ്യും, ചേച്ചി ഇത്രയും പ്രശ്നങ്ങളും വിഷമമൊക്കെ ആയി നിൽക്കുകയാണെങ്കിൽ ചേച്ചി ഞങ്ങളെ പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ട കാര്യം ചെയ്തേരെ, ചേച്ചി ഒന്ന് തീരുമാനിച്ചിട്ട് ചേച്ചിന്റെ തൽക്കാലമുള്ള പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീർത്തു തരാമെന്നു. എന്നിട്ട് അവരെന്നെ രാവിലെ ഉച്ചക്കും വൈകുന്നേരം വിളിച്ചുകൊണ്ടിരുന്നു. പ്രശ്നം ചേച്ചിക്ക് തൽക്കാലം എന്തെങ്കിലും ഞങ്ങള് ഭാഗത്തുനിന്ന് ചെയ്തു തരാം. പക്ഷെ അവര് പറഞ്ഞൊരു കണ്ടീഷൻ എന്താണെന്നറിയോ, പയ്യോളിന്ന് പരസ്യമായിട്ട് ഞാൻ അംഗത്വം സ്വീകരിക്കണം. പക്ഷെ ചേച്ചി അതില്ലേ, എന്റെ അച്ഛനെ ഞാൻ തൂക്കി വെക്കുന്നതിന് തുല്യ അവരോട് വാങ്ങുന്ന 1 രൂപ തുണ്ട് പോലും തൂക്കി വെക്കുന്നതിന്. കാരണം അത്രയ്ക്കും വേദനയാ എന്റെ അച്ഛനെന്ന് പറഞ്ഞാല് ഈ ഇലക്ഷന്റെ സമയത്താണെങ്കിലും മറ്റുള്ള കാര്യത്തിനൊക്കെ ആണെങ്കിൽ എന്റെ അമ്മയ്ക്കും അച്ഛനും ക്യാൻസർ ഉള്ള സമയത്താണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിന്നെ. എന്റെ അമ്മ ക്യാൻസറായിട്ട് ഒരു ഭാഗമായി കിടക്കുന്ന സമയത്ത്. എന്നിട്ട് പോലും ഇപ്പൊ അവർക്ക് അതൊന്നുമല്ല.
ഞാൻ രാമസിംഹന്റെ അടുത്ത് അപേക്ഷയായിട്ട് പോയത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയായിപ്പോയി. രാമസ്വാമിന്റെ അടുത്തുനിന്ന് ഈ സഹായം സ്വീകരിച്ചത് കൊണ്ടാണ് നിങ്ങളെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയത്. ഒഴിവാക്കി അത് അവർ തീർത്ത് പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ ഗ്രൂപ്പിൽ. ആ സമയത്ത് ഞാൻ പയ്യോളിയിലെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈജുവിനോട് ഞാൻ പറഞ്ഞു, ബൈജു ഓരോ പരിപാടി കേൾക്കുമ്പോൾ ബൈജു എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് ബൈജു, അന്നേരം എന്നോട് ബൈജു പറഞ്ഞു ചേച്ചിന്റെ ടെൻഷൻ തീരുന്ന കാലത്ത് പറ എന്ന്. പക്ഷെ ഈ സംഭവം ഒരു പോസ്റ്റ് വന്നപ്പോൾ പയ്യോളി മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന രാജീവേട്ടൻ എന്നെ വിളിക്കുന്നു. ചേച്ചിക്ക് ഓർമ്മയില്ലേ സുരേഷ് ഗോപി സാറ് പറഞ്ഞു എന്ന് പറഞ്ഞ് ബാങ്കിത്തെ കറക്റ്റ് ലിസ്റ്റ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞ സമയത്ത് ഞാൻ ബാങ്കിൽ ഇരിക്കുമ്പോഴാണ് രാജീവേട്ടന്റെ കോള് വരുന്നത്. രാജീവേട്ടന്റെ കോള് വലിച്ചപ്പോ എന്നോട് ചോദിച്ചു പിന്നെ നീ എവിടെയാണല്ലേ? ഞാൻ എന്താ രാജേട്ടാ കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു രാജേട്ടൻ നേരം ഉണ്ടോ? അന്ന് എനിക്ക് നേരമില്ല എന്ന് പറഞ്ഞു. ഇവർക്കൊന്നും ആദ്യം ഇരുന്ന് സംസാരിക്കാൻ ആർക്കും നേരം ഉണ്ടായിരുന്നില്ല. രമ്യ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ കേൾക്കുന്നേ, പയ്യോളി മണ്ഡലത്തിന്റെ ആൾക്കാർ പേര് അറിയാണ്ടാണല്ലോ നീ ചെയ്തേക്കുന്നത്. ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾക്ക് എന്നെ 2 മക്കളും മോളും മക്കളും 4 റീത്ത് വെക്കാൻ പറ്റാത്താണോ നിങ്ങൾക്ക് ഉണ്ടായ ടെൻഷൻ എന്ന് വെച്ച് ഞാൻ. എന്റെ അമ്മ മരിച്ചിട്ട് അച്ഛൻ കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവിടെ മുകുന്നേട്ടൻ, VK ജയേട്ടൻ, ജയകൃഷ്ണ മാഷ്, ഇവര് 3 പേര് എന്റെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാല് പയ്യോളി അന്ന് അപ്പോഴത്തേന് പയ്യോളിയും കൊയിലാണ്ടിയും 2ആയില്ലേ. അന്ന് പയ്യോളിന്റെ മകളാമൂർത്ത പ്രസിഡന്റായിട്ട് നിന്നെ തെരഞ്ഞെടുക്കട്ടെ എന്ന് ചോദിച്ചു. തെരഞ്ഞെടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് അമ്മയ്ക്ക് അമ്മ പോയില്ലേ, അച്ഛനിക്ക് ഞാനല്ലേ ഇപ്പം പിറകെ നടക്കാനുള്ളൂ, അതുകൊണ്ട് ചുമതല വേണ്ടാന്ന് പറഞ്ഞിട്ട് അന്ന് എന്റെ അച്ഛൻ കരഞ്ഞ കണ്ണീരുണ്ടല്ലോ, മോള് അച്ഛൻ കാരണാണോ മോള് ചുമതല വേണ്ടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്റെ അച്ഛൻ കൊയിലാണ്ടി ആസ്പത്രി കിടന്ന് അത്രക്ക് കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അച്ഛൻ. എന്നിട്ട് പോലും ഞാൻ ഒരു പരിപാടിക്ക്, എന്റെ അച്ഛന് വയ്യാതായിട്ട് പോലും ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുക്കാതെ നിന്നിട്ടില്ല. പക്ഷെ ഈ ജില്ലയിൽ നിന്നൊന്നും ഒരു കുട്ടി, അമ്മ മരിച്ചപ്പോ പറഞ്ഞ സജീവട്ടം വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ ടീച്ചർ ഇല്ലേ വടകരത്തെ വിജയലക്ഷ്മി ടീച്ചർ, സജീവേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ മരിച്ചിട്ട് പിന്നെ ഞാൻ ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കും, അച്ഛൻ മരിച്ചിട്ട് പയ്യോളിന്റെ അവര് മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറിയും വന്നല്ലാണ്ട് ജില്ലയിൽ നിന്നൊന്നും ഒരു കുട്ടി വന്നിട്ടില്ല. ഞാൻ എല്ലായിടത്തും എത്തിപ്പെടുന്ന ആളാ. എന്നിട്ട് ചില പരിപാടിക്ക് എന്റെ കയ്യിലില്ലേ ബസ്സിന് പോകാനുള്ള പൈസ ഉണ്ടാവുള്ളൂ, ഓട്ടോയ്ക്ക് പോകാൻ പൈസ ഉണ്ടാവില്ല. എന്നിട്ട് ഞാൻ ഒന്നെങ്കിൽ സൈജനെയോ ഓരോരുത്തരെ വിളിക്കും, പിന്നെ ലീന എന്ന് പറഞ്ഞ അവരൊക്കെ വിളിക്കും, നിങ്ങൾ എവിടെയാണല്ലേ, നിങ്ങൾ കോഴിക്കോടാണെങ്കിൽ അവിടെ നിക്കണേ, നമുക്ക് ഒരുമിച്ച് ഓട്ടോറിക്ഷക്ക് പോവാലോ, എന്താ ഒരുമിച്ചാകുമ്പോ പകുതി കൊടുത്താൽ മതിയല്ലോ എന്നുള്ളതാണ്. അത്ര പോലും ഞാൻ പരിപാടി പങ്കെടുക്കാതെ നിന്നിട്ടില്ല. എത്രയോ പ്രാവശ്യം കോഴിക്കോട് ഇറങ്ങിയിട്ട് നടന്നു പോയ സമയം ഉണ്ടായിട്ടുണ്ട് പാർട്ടി ഓഫീസിൽ. കാരണം അതുകൊണ്ട് ഇനിയും ഇതല്ല, ഇപ്പം വാടക കൊടുക്കാൻ പോലും ഭയങ്കര അവസ്ഥയുണ്ട്. പക്ഷെ എന്നിട്ടും ഇനിയും ഇതല്ലേ ഇതിന് വലിയ നഷ്ടം വന്നാലും എന്റെ അച്ഛനെ ഞാൻ വെക്കൂല എന്തായാലും. എന്റെ അച്ഛന്റെ ആത്മാവാ ഈ പാർട്ടി എന്നുള്ളത്. എന്റെ അച്ഛനൊക്കെ കെട്ടിപ്പടുത്തുയർത്തിയതാ. എന്റെ അമ്മമ്മ അവരെ കുടുംബം തീർത്തു. ഇവര് പെട്ടെന്ന് ഒരു നിമിഷം പിന്നെ ആരൊക്കെയോ വരുന്ന അതിന്റെ പുറകെ പോന്നു. പക്ഷെ ഇതെല്ലാം കാണുമ്പോൾ ഞമ്മക്ക് വിഷമമുണ്ട്. ഇവരിത് കൊണ്ട് കുഴഞ്ഞാട്ട് കളിക്കുമ്പോ നമ്മളൊക്കെ അത്രയും ഇതിന്റെ അകത്ത് ആത്മാർത്ഥ ഇവിടെ നിന്നിട്ട് ഒരു പ്രതിഫലം. എന്നോട് പറഞ്ഞു സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ട് 2000 രൂപ തിരിച്ചു കിട്ടിയപ്പോ നീ എടുത്തോന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഭവിതാട്ടന്റെ നമ്പറൊക്കെ വേണമെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം, വിളിച്ചു ചോദിക്കും ഭവിതാട്ടനിക്ക് ഞാൻ സ്റ്റുഡിയോ കൊണ്ടു കൊടുത്തില്ലേ പൈസ എന്നൊന്നും. ഞാൻ 1 രൂപ പോലും എടുത്തിട്ടില്ല. ഇനിയെങ്കിലും ഞാൻ അൽസാറ ഫോണിൽ ഒരു ഫേസ്ബുക്കിൽ വന്നപ്പോ ഞാൻ അവിടെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇനിയെങ്കിലും ഒന്ന് വായി തുറന്ന് ഇതൊക്കെ ഒന്ന് പറയുന്നു. എന്തിനാ പേടിക്കുന്നത്? പേടിയല്ലാന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് പേടിയല്ലാന്നറിയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ 2-3 പോസ്റ്റ് അന്ന് എഴുതി തന്നപ്പോ നമ്മളെ പാർട്ടിക്ക് വേദനിക്കുന്നതൊന്നും എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞ ആ മനസ്സായിരിക്കും ഇപ്പോഴും കാണിക്കുന്നുണ്ടാവാ. അതിന്റെ ഒന്നും ഒരു കാര്യമില്ല. എന്തിനു വേണ്ടിയിട്ട്? കേട്ടല്ലോ, നമ്മളൊന്നുമല്ല, ജീവിതം മുഴുവനും ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് അവർ തേപ്പ് പണിക്കും കൂലിപ്പണിക്ക് പോകുന്ന സ്ത്രീയാണ്. അങ്ങനെയുള്ളവരുടെ വേദന അറിയാതെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഈ പറയുന്ന വെറുക്കാൻ വേണ്ടി പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദനിക്കാതിരിക്കുമോ? ഞാൻ എൻ്റെ മുമ്പിൽ എൻ്റെ വീട്ടിൽ സഹായം ചോദിച്ച് വരുന്നവരെ
എനിക്ക് സഹായിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ സാമ്പത്തിക നില, ഒരു ജോലിയില്ലാത്ത വ്യക്തിയാണ് ഞാൻ. മക്കളുടെ ശമ്പളത്തിൽ നിന്ന് ജീവിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്ക് ചെയ്യാവുന്നത് ഒരു 10 500 എൻ്റെ മക്കളോട് പറഞ്ഞിട്ട് ചിലപ്പോൾ 10 അവർ കൊടുക്കുന്നത് വാങ്ങിച്ചു കൊടുക്കുക. അതിലുപരി ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഫേസ്ബുക്കിലൂടെ എൻ്റെ സുഹൃത്ത് വലയത്തിൽ ആവശ്യപ്പെടും, വാട്സപ്പിലൂടെ ആവശ്യപ്പെടും. അതിൽ എൻ്റെ അക്കൗണ്ട് നമ്പറോ ഒന്നും ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല. ഒക്കെ ഏതാണോ ആർക്കാണോ ആവശ്യം അവരുടെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക, അവർ സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ അത് അപ്പം തന്നെ പബ്ലിഷ് ചെയ്യുക. ഇതാണ് എൻ്റെ ഒരു സ്വഭാവം. അങ്ങനെ ഞാൻ ഇപ്പോൾ പാർട്ടിയുടെ 2 വ്യക്തികളെ കഴിഞ്ഞ വർഷങ്ങളിൽ സഹായിച്ചു. ഒന്ന് ഈ സ്ത്രീയാണ്. അവർക്ക് ഒരു 4 ലക്ഷം രൂപ എടുത്ത്, കൃത്യമായിട്ട് അറിയില്ല എനിക്ക്, അതുപോലും എനിക്കറിയില്ല. സുരേഷ് ഗോപിയും കൊടുത്തു, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളും കൊടുത്തു. അവർ ജീവിച്ചിരിക്കുന്നു എന്ന്, അതാണ് ആശ്വാസം. അതേപോലെ മറ്റൊരു വ്യക്തി വന്നത്, സംഘ കുടുംബത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി വന്നത്, അദ്ദേഹത്തിൻ്റെ മലം ഒരു ബാഗ് പുറത്താക്കിയിട്ട് ആണ് എൻ്റെ അടുത്ത് വന്നത്. സാറേ, ഇതൊന്ന് അകത്തേക്ക് തുന്നിക്കെട്ടാൻ പൈസയല്ലേ എൻ്റെ അടുത്ത്. അപ്പോഴും നമ്മളിതുപോലെ ചോദിച്ചു. അവർക്ക് സാമ്പത്തികം കിട്ടി, സർജറി ചെയ്തു. അദ്ദേഹം ഇന്ന് മാന്യമായിട്ട് വസ്ത്രം അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മകളുടെ വിവാഹമാണ്, മലം പുറത്തുള്ള ബാഗുമായിട്ട് അമ്പലത്തിൽ കയറാൻ പറ്റില്ല സാറേ, എൻ്റെ മകളുടെ വിവാഹം എനിക്ക് കാണാൻ പറ്റാതെ പോകുമല്ലോ, അതുകൊണ്ടാണ് ഇത്ര വേദന. അങ്ങനെയുള്ള മനുഷ്യർ. അപ്പോൾ അതിൽ ഞാൻ ഇപ്പോൾ എൻ്റെ മുമ്പിൽ ആരും ജാതി മതമൊന്നും ഞാൻ നോക്കാറില്ല. എൻ്റെ മുമ്പിൽ ആരും വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ സഹായിക്കാൻ പറ്റുന്നത് നമ്മൾ ഇതുപോലെ നമ്മുടെ അതിനാണ് സുഹൃത്ത് വലയം, അതിനാണ് ഫേസ്ബുക്ക്, അതിനാണ് വാട്സപ്പ്. കാരണം ഒരാൾ 100 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പം അന്ന് ഇതിനൊരു ക്ലിപ്തത വേണമല്ലോ. ഇപ്പോൾ ഒരു സ്ത്രീയെ സഹായിക്കുമ്പം, ഇപ്പോൾ പ്രത്യേകിച്ചും എൻ്റെ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ BJP പ്രവർത്തകരാണുണ്ടാവും, സംഘപ്രവർത്തകരുള്ളത്. അപ്പോൾ അതിൻ്റെ ജെനുവിനിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇന്ന സ്ഥാനത്തിരുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു പോയി. അന്ന് അവർ സ്ഥാനത്തിരിക്കുന്നുണ്ട്, അത് ഞാൻ എഴുതി. അല്ലാതെ വേറൊന്നും പാർട്ടിയെക്കുറിച്ചോ ഒരു വാക്ക് ഞാൻ എഴുതിയിട്ടില്ല അതിൽ. അവർ ഇന്ന സ്ഥാനത്തിരിക്കുന്ന സ്ത്രീയാണ്, നമ്മളല്ലേ സഹായിക്കേണ്ടത് എന്നൊരു ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. നമ്മുടെ ആൾക്കാർക്ക് അവരൊന്നും സഹായിക്കാൻ പറ്റില്ല, എന്നാൽ ദ്രോഹിക്കാൻ എളുപ്പം പറ്റും. കൂടെ നിൽക്കുന്നവരെ അവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരടുത്ത് CPMകാർ വന്നു, അവരുടെ ബാധ്യതകളൊക്കെ തീർത്തു കൊടുക്കാം. ഒറ്റ കാര്യം ചെയ്താൽ മതി, പരസ്യമായിട്ട് മെമ്പർഷിപ്പ് എടുത്താൽ മതി. നമ്മുടെ ഭാര്യർ ഓടിയ പോലെ അവർ ഓടിയില്ല. ഭാര്യയൊക്കെ അവരെ വന്ന് കാല് കഴുകിയ വെള്ളം കുടിക്കണം. രാമസിംഹൻ്റെ അടുത്ത് വന്ന് സഹായം ചോദിച്ചു എന്നുള്ളത്, അപ്പം പിന്നെ രാമസിംഹന് പറയാൻ നാവ് പൊന്തണ്ടേ? എനിക്ക് പറഞ്ഞുകൂടെ? അന്ന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ രാജിവെച്ച് മാറി നിൽക്കുന്നു. ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് ഇത്രയും കാലമായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ആ സ്ത്രീ പറഞ്ഞു പോയി, കാരണം ആ സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അവരെ ഒഴിവാക്കി. ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് സഹായിച്ച് അതിൻ്റെ പേരിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരാളെ പുറത്താക്കുകയാണെങ്കിൽ, മാറ്റി നിർത്തുകയാണെങ്കിൽ സങ്കടകരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, താഴെയുള്ള വേരുകൾ, അവരെക്കുറിച്ച് ചിന്തിക്കാൻ ആരുമില്ല. ഉറുമ്പുകൾ, ഞാൻ ഇന്നലെ പറഞ്ഞ വാക്ക് തന്നെയാണ്, അവരെക്കുറിച്ച് ചിന്തിക്കാൻ ആരുമില്ല. അങ്ങനത്തെ മനുഷ്യരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 10 20 വർഷമായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തുനിന്ന് കലഹം ഉണ്ടാക്കുന്ന ആൾക്കാരെ ചാടി പിടിക്കാൻ വേണ്ടി ചുവന്ന പരവതാനിയൊക്കെ ആയിട്ട് പോയി എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വരണ്ട, ആരും കൊണ്ടുവരണ്ട എന്നല്ല, പക്ഷെ അതിനൊക്കെ ഒരു മര്യാദയുണ്ട്. തങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവരെ പരിഗണിച്ച് വേണം. ഏത് പാർട്ടിയായാലും
ഇത് പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ എന്നെ നിരന്തരമായി ഞാൻ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ വിമർശിക്കാം. ഇന്ന് കേരളത്തിലെ BJP പ്രവർത്തകരിൽ 90% ഞാൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്ന ആളുകളാണെന്ന് എനിക്ക് വ്യക്തമാണ്. ഈ കുറച്ച് ഒട്ടി നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സംവിധാനത്തിൽ നിൽക്കുന്നവരൊഴികെ ഏറ്റവും അടിത്തട്ടിലിരിക്കുന്ന ആളുകൾ അസംതൃപ്തരാണെന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. ഇതൊക്കെ എന്തിനാണ് പബ്ലിക്കിൽ പറയുന്നത്? ഇത് ഒരിക്കലും ഇത്തരക്കാരുടെ ശബ്ദം നേതൃത്വം കേൾക്കുകയില്ല. കാരണം അവർക്ക് അത് കേൾക്കാൻ നേരമില്ല. ആലോചിച്ച് നോക്കൂ, ആദ്യകാല പ്രവർത്തകനായിട്ടുള്ള ഒരു വ്യക്തി ആശുപത്രിയിൽ മരിക്കാൻ കിടക്കുമ്പോൾ അവരുടെ സഹായത്തിന് വേണ്ടി കൊടുത്ത ആപ്ലിക്കേഷൻ മുക്കി വെച്ച് പുറത്തേക്കെടുത്തില്ല. പിന്നീട് അവർ ഒരു ബന്ധവുമില്ലാത്ത കോൺഗ്രസ് പാർട്ടിയുടെ MP പോയി കണ്ടപ്പം ഒറ്റ ദിവസം കൊണ്ട് ആ പേപ്പർ അയച്ചു ആ മനുഷ്യൻ. അവിടെയാണ് വ്യത്യാസം. ഇപ്പോൾ CPM-കാരാണെങ്കിലും ശരി, കോൺഗ്രസ്സുകാരാണെങ്കിലും ശരി, തങ്ങളുടെ മുമ്പിൽ വരുന്ന ആവശ്യക്കാരെ പുറംകാല കൊണ്ട് തൊഴിക്കാറില്ല. സഹായിക്കാൻ പറ്റുന്ന ലെവലിലൊക്കെ സഹായിക്കും. അതുകൊണ്ടാണ് കോഴിക്കോട് രാഘവൻ ജയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആര് വന്നാലും അത് മുഖവിലേക്ക് എടുക്കുകയും അതിനുവേണ്ടി ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുക. അങ്ങനെയാണ് പാർട്ടി വളരേണ്ടത്. ഇപ്പം ഞാൻ CPM-നെ കുറ്റം പറയുന്ന വ്യക്തിയാണെങ്കിലും ശരി, അതിൻ്റെ നേതൃത്വത്തെ കുറ്റം പറയുന്ന വ്യക്തിയാണെങ്കിലും ശരി, അവർ അവരുടെ അണികളെ കൈവിടാറില്ല. ഒരു ആപൽ ഘട്ടം വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയെങ്കിലും സഹായം എത്തിക്കാറുണ്ട്. ഈ സ്ത്രീ സത്യസന്ധമായി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിശ്ചയിക്കാം. ഞാൻ പറയുമ്പോൾ ഇങ്ങനെ കുറേ മനുഷ്യരുടെ വേദനകൾ എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. പുറംതിരിഞ്ഞ് മാറി നടക്കുന്ന, ഇതൊന്നും കേൾക്കാതെ നടക്കുന്ന ആളുകളറിയാം. ഇപ്പം ഈ സ്ത്രീയുടെ കാര്യം ഞാൻ ആദ്യം വിളിച്ച് ചോദിച്ചത് മുൻ പ്രസിഡൻ്റായിട്ടുള്ള ജയേന്ദ്ര മാഷയാണ്. ജയേന്ദ്ര മാഷ് റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് ഞാനിത് അയച്ചത്. എല്ലാം അറിയുന്ന മനുഷ്യനാണ് ജയേന്ദ്ര മാഷ്. ജയേന്ദ്ര മാഷ് നിങ്ങൾക്ക് ചോദിക്കാം, അതിൽ രാമസിംഹന് എന്ത് തെറ്റാ ചെയ്തത്, അതല്ലെങ്കിൽ രാമസിംഹന് ഇവരോട് എന്ത് തെറ്റാ ചെയ്തത് അന്ന്. ഞാനതിന് ശേഷം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന് പകയും വിദ്വേഷവും ഒക്കെ ഉണ്ടാവുക. ഇനിയുണ്ട് ഒരുപാട് മനുഷ്യർ, ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ. അവർക്ക് നീതി കിട്ടട്ടെ. ഇതേ അനുഭവം ഇപ്പം നമ്മൾ സഹായിച്ചിടത്തുനിന്നൊക്കെ ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് വേറെ കാര്യം. ഈ സ്ത്രീ എന്നെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. പക്ഷേ സഹായം കൊടുത്തവരെടുത്ത് പോയിട്ട് പാര വെച്ച് തള്ളി പറയിച്ച സംഭവമുണ്ട് നമുക്ക്. ഞാനതിൻ്റെ പുറകെ പോകാറില്ല. നമ്മൾ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടാക്കിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറയും. അവിടേക്ക് ആ ഹെൽപ്പ് എത്തുന്നുണ്ടോ കൃത്യമായിട്ട് ശ്രദ്ധിക്കും. അത് ഹെൽപ്പ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞാനത് മറക്കാറാണ്. ഞാൻ അവരെ വിളിക്കാറ് പോലുമില്ല എൻ്റെ ജീവിതത്തിൽ. എനിക്ക് ഇപ്പം ഈ മനുഷ്യരുടെ കാര്യം മാത്രമല്ല, മൃഗങ്ങൾക്ക് വേണ്ടി സഹായിക്കേണ്ടി വരും നമുക്ക്. ഇവിടെ ഒരു സഹോദരിൻ്റെ ഇതുപോലെ നായ്ക്കളെയും പൂച്ചകളെയും സംരക്ഷിച്ചിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നൊരു സ്ത്രീയുണ്ട്. സങ്കടം തോന്നിയിട്ട് എനിക്ക്. സഹായിക്കാൻ ആരുമില്ല. 10-40 നായയും പൂച്ചയും കിടക്കുക. അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ, അവർക്ക് മരുന്ന് കൊടുക്കണ്ടേ. ഇപ്പം ഞങ്ങളാൽ കഴിയുന്ന ഇപ്പം എൻ്റെ മക്കളോട് പറയും, മകള് മാസം അവർക്കുള്ള ഗ്യാസ് എത്തിച്ചു കൊടുക്കും, മറ്റുള്ളവരും പറഞ്ഞാൽ മരുന്ന് എത്തിച്ചു കൊടുക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുന്നത്, ഇത് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയണം. രാഷ്ട്രീയ നേതൃത്വത്തിന് ഇത് ചെയ്യാൻ കഴിയണം. മുസ്ലിം ലീഗ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നുണ്ട്, കോൺഗ്രസ്സുകാർ ചെയ്യുന്നുണ്ട്.
അത് ബി ജെ പിക്കും ബാധകമാണ്. തങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ അവരെ സഹായിക്കേണ്ട ബാധ്യത ആ പാർട്ടിക്കുണ്ട്. ഇപ്പം ഞാനൊരു വ്യക്തി ചോദിച്ചിട്ട് 2, 3, 4 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പ്രസ്ഥാനം ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു ജില്ലയിൽ ചോദിച്ചാൽ 10 ലക്ഷം കിട്ടും. അത് കിട്ടണ്ടേ? ആ സഹോദരി നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ, കാരണം അവരത്രയും വേദനിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞില്ല, ഓർമ്മ വെച്ച നാൾ മുതൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഓടി നടന്ന സ്ത്രീയാണ്. അതുകൊണ്ട് ആ സ്ത്രീയുടെ വേദന പങ്കുവെക്കേണ്ടത് എൻ്റെ ബാധ്യത എന്ന് തോന്നി. അത്രയേ ഉള്ളൂ. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം. നന്നാവട്ടെ, നന്നായി വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, അത്രയേ പറ്റുള്ളൂ.